ഹലോ ഫ്രണ്ട്സ്, നമ്മളത് മറ്റൊരു ടോപ്പിക്കാണ് കോൺട്രാക്ട് ലെവലിൽ പഠിക്കുന്നത്. കോൺട്ര മെറിറ്റ്. അതായത് കോൺട്ര മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നതാണ്. കോൺട്ര മെറിറ്റ് ഒരു ലാറ്റിൻ ടേമാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആസ് മച്ച് ആസ് ഹി ഹാസ് ഏൺഡ്, ആസ് മച്ച് ആസ് ഹി ഡിസേർവ്സ്. ഇത് മറന്നു വരുത്. ആസ് മച്ച് ആസ് ഹി ഹാസ് ഏൺഡ്, ആസ് മച്ച് ആസ് ഹി ഡിസേർവ്ഡ്. കോൺട്രാക്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ചെയ്ത ജോലിക്കും അല്ലെങ്കിൽ നൽകിയ സർവീസിനും റീസണബിൾ പേയ്മെൻറ്റ്, ന്യായമായ പ്രതിഫലം ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് നൽകുന്ന പ്രിൻസിപ്പിളാണ് കോണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോണ്ടം മെറിറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് കോണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടം മെറിറ്റിൻ്റെ അടിസ്ഥാനം അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് എന്ന പ്രിൻസിപ്പിളാണ്. അതായത് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ് എന്നത് അതായത് മറ്റൊരാൾ ചെയ്ത ജോലിയുടെ സർവീസിൻ്റെയോ ബെനിഫിറ്റ് കിട്ടിയ ആൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കാതെ ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പാടില്ല. ലോ ഫെയർനെസ് ഉറപ്പിക്കാൻ വേണ്ടി റീസണബിൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പറയുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയണേ, ഇപ്പോൾ ബിയുടെ വീട് പെയിൻറ്റ് ചെയ്യുന്നു. വർക്ക് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് കോൺട്രാക്റ്റ് അത് അവസാനിച്ചു. പക്ഷേ ബി അത് ഓൾറെഡി ചെയ്ത വർക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടി. അതുകൊണ്ട് എക്ക് ചെയ്ത വർക്കിനുള്ള റീസൺ പേയ്മെൻറ്റ് ക്ലെയിം ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് കോണ്ടം മെറിറ്റ് ക്ലെയിം അറൈസ് ചെയ്യാൻ പറ്റുന്നത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടം മെറിറ്റ് ക്ലെയിം സാധാരണയായി ഉണ്ടാകുന്നത് ഈ സിറ്റുവേഷനിലാണ്. നോ സ്പെസിഫിക് ഫിക്സഡ് പ്രൈസ്, കോൺട്രാക്ട് ബിക്കം വോയിഡ്, കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്ഡ്, കോൺട്രാക്ട് ഈസ് പാർട്ട്ലി പെർഫോംഡ്. അതായത് നോട്ട് സ്പെസിഫിക് ഫിക്സഡ് പ്രൈസ് ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിന് മുൻകൂട്ടി പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ല. കോൺട്രാക്ട് ബിക്കംസ് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് പിന്നിട്ട് വോയിഡായി. പിന്നെ കോൺട്രാക്റ്റ് ഡിസ്ചാർജ്ഡ്, കോൺട്രാക്റ്റ് അവസാനിച്ച് അല്ലെങ്കിൽ ലീഗലി ഡിസ്ചാർജായി. കോൺട്രാക്റ്റ് ഈസ് പാർട്ട്ലി പെർഫോംഡ്, കോൺട്രാക്റ്റ് പൂർണ്ണമായി പെർഫോം ചെയ്തില്ല, ഭാഗികമായിട്ടാണ് മാത്രം പെർഫോം ചെയ്തു. ഇത്തരം സിറ്റുവേഷനിൽ വർക്ക് ചെയ്ത പേഴ്സണിന് റീസണബിൾ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത്. റെലവൻറ്റ് സെക്ഷനാണ് സെക്ഷൻ 65 70. 65 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ പിന്നിട്ട് വോയിഡായ കോൺട്രാക്റ്റ് വഴി ബെനിഫിറ്റ് കിട്ടിയ ആൾ ആ ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് സെക്ഷൻ 65 പറയുന്നത്. സെക്ഷൻ 70 പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 പ്രകാരം ഒരു പേഴ്സൺ ഫ്രീ ആയി ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഒരു വർക്ക് ചെയ്യുകയും മറ്റൊരാൾ അതിനെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യുകയും മറ്റുള്ള അതിന് ബെനിഫിറ്റ് എൻജോയ് ചെയ്യുകയും ചെയ്താൽ ബെനിഫിറ്റ് കിട്ടിയ ആൾ റീസണബിൾ പേയ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിസ്റ്റേക്കായിട്ട് ബിക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്തു. അപ്പോൾ ബി ആ ഗുഡ്സ് യൂസ് ചെയ്തു. പക്ഷേ ബി അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് എക്ക് കോമ്പൻസേഷൻ റീസണബിളായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പറയാണ്, കോണ്ടം മെറിറ്റ് പ്രകാരം വാലിഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിലും കോൺട്രാക്റ്റ് പൂർണ്ണമായി പെർഫോം ചെയ്തില്ലെങ്കിലും ചെയ്യാത്ത വർക്കിന് നൽകിയ സർവീസിനും റീസണബിൾ പേയ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ വ്യക്തിക്ക് അവകാശമുണ്ട്. ഇതൊരു ഫെയർനെസ്സിലും അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റും എന്ന പ്രിൻസിപ്പിളിലാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. അതായത് മറ്റൊരാളുടെ ചിലവ് അന്യായമായ ലാഭം നേടാൻ പാടില്ല, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റെലവൻറ്റ് സെക്ഷനാണ് സെക്ഷൻ 65 സെക്ഷൻ 70. ഇത്രയുള്ള ഗൈസ്. താങ്ക് യു.